ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നീതി എവിടെയും പ്രഘോഷിക്കപ്പെടാറില്ല, വിളിച്ചു പറയപ്പെടാറില്ല, ആഘോഷിക്കപ്പെടാറില്ല. പലപ്പോഴും നീതി രഹസ്യത്തിലാണ് സംഭവിക്കുന്നത്. ആ നീതിയുടെ വക്താവ മാർ യൗസേപ്പ് പിതാവ്. ആരും വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു നീതിയില്ലേ? അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും ഈ ക്രിസ്മസിലൂടെ കടന്നു പോകുമ്പോൾ മാർ യൗസേപ്പ് പിതാവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഒരു നീതിമാനായ മനുഷ്യൻ, അവൻ്റെ നീതിയുടെ ഉത്തരം തന്നെയാ ക്രിസ്മസ്. ദൈവം തിരുക്കുടുംബത്തെ കരുതാൻ മാർ യൗസേപ്പ് പിതാവിനെ നിയോഗിച്ചു. എവിടെയും നിശബ്ദനായി മാർ യൗസേപ്പ് പിതാവ് നിന്നു, ഒരു നീതിയുടെ വക്താവായി. ഇന്ന് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ക്രിസ്മസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പലരുമില്ലേ നിശബ്ദമായി നിൽക്കുന്നവർ? ആരും വിഷമിക്കുന്നതും അപമാനിക്കപ്പെടുന്നതുമൊക്കെ ഇഷ്ടപ്പെടാത്ത ചില മനുഷ്യരില്ലേ? അതിനുവേണ്ടി നിശബ്ദമായി വാദിച്ചു നിൽക്കുന്ന ചില മനുഷ്യർ നീതിമാന്മാരാ. അങ്ങനെയുള്ള നീതിമാന്മാരെ കണ്ടെത്താൻ സാധിക്കട്ടെ, മനസ്സിലാക്കാൻ സാധിക്കട്ടെ, ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ. മാർ യൗസേപ്പ് പിതാവ് ഒരു ശക്തിയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒപ്പമുണ്ടാകും, നമ്മുടെ നീതിക്ക് ഒപ്പമുണ്ടാകും. നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.